അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി. മറ്റൊന്നുമല്ല, വാട്സപ്പിലൊക്കെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നമ്മള് റാഷിന്റെ മോനെ അവൻ്റെ ഉമ്മാന്റെ കഴുത്ത് മുറിച്ചായത് ടെലിഫോൺ കളിക്കാൻ, ഗെയിം കളിക്കാൻ കൊടുക്കായിട്ട് ഒരു 14 വയസ്സുള്ള ചെറിയ. എന്താ ചെയ്യും? അതായത് മൊബൈലിൽ ഗെയിം കളിക്കാനും മറ്റുമൊക്കെ മൊബൈൽ ഉമ്മ കൊടുക്കാത്തതിന്റെ പേരിൽ ആ ഉമ്മയുടെ കഴുത്തറുത്തിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മക്കള് പോയ പോക്ക്. എത്ര വയസ്സ്? വെറും ചെറിയ പ്രായമുള്ള ആ കുട്ടി പോലും മൊബൈൽ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കൊടുക്കാത്തതിന്റെ പേരിൽ കഴുത്തറക്കുന്ന ആ രൂപത്തിലേക്ക് കുട്ടികൾ പോകുന്നത് എന്നുള്ളത് എത്ര വേദനാജനകമാണ്. നമ്മുടെ ഇന്ന് വീടുകളിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യവും മൊബൈലാണ്. ചെറിയ കുട്ടികളെ നമ്മൾ ജനിപ്പിച്ച് ആ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ വീട്ടു ജോലികൾ നടക്കാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നത് മൊബൈലാണ്. അവർ അതിൽ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കാണണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് മൊബൈൽ എന്ന് പറയുന്നത്. അതാണല്ലോ ലഹരി എന്ന് പറയുന്നത്. കിട്ടിയാൽ പിന്നെയും കിട്ടിക്കൊണ്ടേയിരിക്കണം. മൊബൈലും ഒരു തരത്തിൽ വല്ലാത്തൊരു ലഹരിയാണ്. അത് കിട്ടാത്തതിന്റെ പേരിൽ മക്കള് ആ ഉമ്മയെ അടിക്കുക, അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊളിക്കുക, ഇങ്ങനെയുള്ള പല കോപ്രാട്ടത്തിലും ചെറിയ മക്കൾ പോലും കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായി സംഭവിക്കുന്നതാ. അതിന് കാരണം നമ്മളാണ്. ആ കുട്ടികൾക്ക് ഇത് കൊടുത്ത് പഠിപ്പിച്ചപ്പോൾ അത് കിട്ടാതെ അവസ്ഥ വരുമ്പോൾ കുട്ടികളുടെ മാനസിക നില തന്നെ മാറിപ്പോവുകയാണ്. അവർ ഈ ലോകത്തിലല്ല. ഇതെന്റെ ഉമ്മയാണ്, എന്നെ ജനിപ്പിച്ച ഉമ്മയാണ്, എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണ് എന്നൊന്നും അവിടെ നോട്ടമുണ്ടായിട്ടില്ല. കുട്ടിക്ക് എന്ത് വേണം? എനിക്ക് മൊബൈല് തന്നിട്ടില്ലെങ്കിൽ ഉമ്മയല്ല, അതിനപ്പുറം ആര് വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യും. ആ ഉമ്മ ഇന്ന് മെഡിക്കൽ കോളേജിലാണ്. കഴുത്ത് വല്ലാതെ മുറിഞ്ഞിരിക്കുകയാണ്. എത്ര ചോര വാർന്നിട്ടുണ്ടാകും. ഞാൻ ആ ഉമ്മയെ അല്ലെങ്കിൽ പൊതുവായിട്ടല്ല പറഞ്ഞു, ഞാൻ പൊതുവായി ഒന്ന് ചിന്തിക്കാനുള്ള കാര്യം പറയുകയാണ്. നമ്മുടെ മക്കളെ വളർത്തുന്നത്, അവരുടെ സന്തോഷം കുറച്ച് സമയം, ചെറിയ മക്കളൊക്കെ കുറച്ച് സമയം കരഞ്ഞിനൊക്കെ വരാം മൊബൈൽ കൊടുക്കാതിരുന്നപ്പോൾ. ആയിക്കോട്ടെ, ചെറുപ്പത്തിൽ ശീലിപ്പിക്കണം അത് കൊടുക്കാതെ. അതിന്റെ പേരിൽ കുട്ടി കരയുന്നത് കണ്ടിട്ട് അയ്യോ സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് വേഗം കൊടുത്തേക്ക, അത് പാടില്ല, അതൊഴിവാക്കണം. അല്ല എങ്കിൽ വീണ്ടും കൊടുക്കുന്ന സമയത്ത് അത് കിട്ടാതെ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നേരിട്ട് ചെയ്യാൻ പറ്റാത്തവരെ ഉറങ്ങിക്കിടക്കുന്ന ഉമ്മ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ ഉപ്പയാണെങ്കിൽ ചിലപ്പോൾ അവിടെ വന്നും ചിലപ്പോൾ അവർ പണി തീർത്തേക്കാം. അതൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. ഉമ്മയെ, സ്വന്തം അമ്മയെ മൊബൈൽ കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ 14 വയസ്സുകാരൻ ഉടനെ തന്നെ അടുക്കളയിലേക്ക് ഓടിപ്പോയി കഠാരി എടുത്ത് കുത്തിക്കൊന്ന ചരിത്രം പോലും നമ്മുടെ കേരള നാട്ടിലുണ്ട്. അത്രയും അഡിക്റ്റായിട്ട് മാറുന്നൊരവസ്ഥ. സഹോദരങ്ങളെ, നമ്മൾ വലുതാവുമ്പോൾ നേരെയാക്കാനല്ല നോക്കട്ടെ, ചെറുപ്പത്തിലെ നേരെയാക്കി വളർത്തണം. അപ്പോഴേ ആ കുട്ടികളെ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മുടെ പിടുത്തം വിട്ടുപോകും. അതുകൊണ്ട് സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.